كان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിജയം വരിക്കുന്ന സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ വിശദീകരിക്കുകയുണ്ടായി. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ പാദങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലക്ഷണങ്ങളുടെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. നമസ്കാരത്തിൽ ഭയഭക്തി ബഹുമാനാദരവുകൾ പുലർത്തുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും അത്തരം ആളുകൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, വേണ്ടാത്തങ്ങളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സ്വഭാവം ഈ സത്യവിശ്വാസികൾക്കുണ്ടാവും. വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറ മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ. നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു സംഗതി, ഈ കാര്യം അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ അവർ സക്കാത്ത് നൽകുന്നവരും അവരുടെ ചാരിത്രം സൂക്ഷിക്കുന്നവരും വൈവാഹിക ബന്ധങ്ങളിലൂടെ മാത്രം ഉണ്ടാകുന്ന ലൈംഗികാപൂർത്തീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും അല്ലാത്തതെല്ലാം ഒഴിവാക്കുന്നവരുമാണ്. അങ്ങനെ ഏതെങ്കിലും ചിന്തിക്കുന്ന ആളുകൾ അക്രമികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാം. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ എന്ന് വളരെ ശക്തമായ ഒരു തഅക്കീദോടു കൂടിയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അമാനാത്തിഹിം വാഹിദിഹിം റാഊൻ, അവരുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ അവരുടെ വാഗ്ദാനങ്ങളുമൊക്കെ നിറവേറ്റുന്നവരും പാലിക്കുന്നവരുമാണ്. പിന്നെ നമസ്കാരം കൃത്യമായും പാലിച്ചു പോകുന്നവരാണ്. ഖുശൂഉം ഖുളൂഉയോടൊപ്പം തന്നെ നമസ്കാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ തന്നെ അത് നിർവഹിക്കുന്ന സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ്. ഈ തരം ആളുകളെ പറഞ്ഞിട്ട് ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് ഫിർദൗസിൻ്റെ അനന്തരാവാസികളെന്ന് അവിടെ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആ പറഞ്ഞ സംഗതികളും നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കണമെന്നൊക്കെ പല പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇനി സൂറത്തുൽ ഫുർഖാനിൽ ഈ വിജയം വരിച്ച സത്യവിശ്വാസികളെ വേറൊരു പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, അവർ കരുണാമയൻ്റെ അടിമകളാണ്. ഒരു സ്നേഹമസന്നമായ വളരെ ആഴത്തിൽ ബന്ധപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഇബാദുർ റഹ്മാൻ, കരുണാമയൻ്റെ അടിമകൾ. സ്വന്തം രക്ഷിതാവ് കാരുണ്യവാനാണ്, കരുണാമയനാണ് എന്നൊക്കെ ആ വാചകത്തിൽ തന്നെ ദ്യോതിപ്പിക്കുന്നുണ്ട്. കരുണാമയൻ്റെ അടിമകൾ എങ്ങനെയായിരിക്കും? അത് സത്യവിശ്വാസികളാണ്, അവർ വിജയം വരിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ പല രൂപത്തിലാണ് പറയുന്നത്. ഇപ്പോൾ സൂറത്തുൽ ഫുർഖാനിലെ ഏതാണ്ട് 61 മുതലുള്ള ആയത്തുകൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കരുണാമയൻ്റെ അടിമകളുടെ സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വാചകങ്ങളാണ് നിങ്ങൾ കേൾപ്പിച്ചത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ ഹർളി, അവർ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഹൗന, വളരെ വിനയാന്വിതരായി നടക്കുന്ന ആളുകളാണ്. ഭൂമിയിൽ വിനയത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിശദീകരണമൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. നമസ്കാരത്തിൻ്റെ ആ ഖുശൂഉം ഖുളൂഉം പറഞ്ഞ അതേ വ്യക്തി ഭൂമിയിലിറങ്ങുമ്പോൾ അവൻ വിനയാന്വിതനായിട്ട് നടക്കുന്നവനായിരിക്കും. അതായത്
സാധാരണ നിലയിൽ വിനയം കൊണ്ട് നടക്കുന്നതും ചാടിക്കളന്ന് നടക്കുന്നതും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കൂനിപ്പടച്ച് നടക്കുമെന്ന അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ വിനയം എന്നറിയാം. എപ്പോഴും ഇങ്ങനെ പമ്മി കൂനി നടക്കുക, അതല്ല വിനയം എന്നുള്ളത്. ഒരിക്കലും ഈ ആയത്തൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ഒരാൾ മദീനയിലൂടെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേരെ നടക്കണം. ഇസ്ലാം വിനയാന്വിതനായി നടക്കാൻ പറഞ്ഞ് ഇങ്ങനെ കൂനിപ്പടച്ചിങ്ങനെ നടക്കാനല്ല, നേരെ നടക്കുന്നു, തല ഉയർത്തി മാന്യതയോടുകൂടി അന്തസ്സോടെ നടക്കുന്നു. അപ്പോൾ വിനയം എന്ന് പറയുന്നത് ഈ നടത്തത്തിൽ പ്രകടമാണ്. വിനയം യഥാർത്ഥത്തിൽ നടത്തത്തിലുള്ള അല്ല, മനസ്സിലുള്ളതാണ്. മനസ്സിൻ്റെ വിനയം നടത്തത്തിൽ പ്രകടമാകുന്ന ഒരു പ്രത്യേക സ്വഭാവ വിശേഷമുള്ളവരാണ്. അതിനെ സംബന്ധിച്ച് ഖുർആനിൽ വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞിടത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ പൊങ്ങച്ചത്തോടെ അഹങ്കാരത്തോടെ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഈ പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെയും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കണം. അപ്പോൾ കൈയൊക്കെ അങ്ങോട്ട് വിരിച്ച് അങ്ങനെ എന്നെ കണ്ടിട്ട് പിന്നെ വേറെ ആരും ഇല്ല ഈ ലോകത്ത് എന്നുള്ള നിലയിലുള്ള ചില നടത്തം ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ പലരും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. വിജയിച്ചൊക്കെ വരുമ്പോൾ സാധാരണ നല്ല സീരിയലിലും സിനിമയിലൊക്കെ ആണ് അത് കാണാം, ഇങ്ങനെ കൈയൊക്കെ എടുത്ത് പിടിച്ചിട്ട് ഒരു വരവ്. അത് പലപ്പോഴും ചില മനുഷ്യന്മാർ അവരുടെ വീട്ടിലും അതുപോലെ തന്നെ അങ്ങാടിയിലും ഓഫീസുകളിലൊക്കെ ചിലപ്പോൾ നടക്കാറുണ്ട്. അത് നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒരു നടത്തം നടക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു നടത്തം സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണത്തിൽപ്പെട്ടതല്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹന്ത കാണിക്കാൻ അഹങ്കരിക്കാൻ യാതൊന്നും ഇല്ല കയ്യിൽ, ക്യാപിറ്റൽ ഇല്ലല്ലോ. അതൊക്കെ അള്ള തന്നത് മാത്രമാണുള്ളത്. ഇതെല്ലാം ലോണാണ്, പടച്ചതമ്പുരാന് തിരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ലോൺ എടുത്ത് വെച്ചിട്ട് ഭയങ്കര പൊങ്ങച്ചം കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ള സുബ്ഹാനഹു വ തആല. വഖ്സദ് ഫീ മഷീക, നടത്തത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത്. അപ്പോൾ എത്ര വളരെ കരുതലോടുകൂടിയാണ് മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസി ഭൂമിയിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ തന്നെ മറ്റുള്ളവൻ മനസ്സിലാവും അവൻ വിനയാന്വിതനാണ്, അല്ലെങ്കിൽ അവൻ സത്യവിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കണ രീതിയിൽ ഒരു നടത്തത്തിൻ്റെ ഉടമയായിരിക്കും സത്യവിശ്വാസി എന്നുള്ളതാണ്. വലാ തംശി ഫിൽ അർളി മർഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുല. എടുത്തു പറയുന്ന വേറൊരു സംഗതി, നിനക്ക് ഈ ഭൂമിയെ ചവിട്ടി പിളർത്താനോ ആകാശത്തോ അതായത് ഈ പർവ്വതത്തോളം തലയുയർത്താനൊന്നും സാധ്യമാവില്ല മനുഷ്യ. നീ ഒരു സാധാരണ മനുഷ്യനാണ്, ഭൂമിയിലൂടെ നടന്നു പോകാനാണ്, ഭൂമിയെ ചവിട്ടിപ്പൊളിക്കാനല്ല നിന്നെ ഇവിടെ വിട്ടത്. എനിക്ക് സാക്ഷിയായിട്ട് ശാന്തമായി ഭൂമിയിലൂടെ നടന്നു പോകാനാണ്. നിനക്ക് ചവിട്ടിപ്പൊളിക്കാനും പർവ്വതത്തോളം ഉയർത്താനും ഒന്നും സാധ്യമാവുകയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ച് തെറ്റിദ്ധരിച്ച് നീ ഇവിടെ വലിയ പൊങ്ങച്ചം കാട്ടി നടക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതാണ് അല്ലദീന യംശൂന അലൽ അർളി ഹൗന ഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. അവിവേകികൾ തർക്കിക്കാൻ ചെന്നാൽ നല്ല വാക്ക് പറഞ്ഞ് ഒഴിവാക്കും. അതിനൊരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ശാന്തമായി സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ അവിവേകികളാണെങ്കിൽ കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞു വെറുതെ തർക്കിക്കാൻ നിൽക്കില്ല. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. ഇതും നമ്മളെ ജീവിതമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിഷയമെന്ന് അറിഞ്ഞാലും അറിഞ്ഞുകൂടെങ്കിലും അതിനങ്ങോട്ട് പിടിച്ച് തൂങ്ങി തർക്കിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്താലേ അടങ്ങൂ എന്നുള്ളൊരു സ്വഭാവം അധിക മനുഷ്യന്മാരിലുണ്ട് എന്നുള്ളതാണ്. കാരണം അതിലധികവും ഗീബത്ത് വന്ന് ചാടാൻ സാധ്യതയുണ്ട്, പരദൂഷണം വന്ന് ചാടാൻ സാധ്യതയുണ്ട്. മൻ കസറ കലാമഹു കസറ ദുനൂബഹു മൻ കസറ ദുനൂബഹു കസറ ദുനൂബ് മൻ കസറ ദുനൂബഹു മാത്ത ഖൽബ് മൻ മാത്ത ഖൽബഹു ദഖലന്നാർ എന്നൊരു ഹദീസിലുണ്ട്. അതായത് ആരെങ്കിലും വല്ലാണ്ട് വർത്താനം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ കസറ ദുനൂബഹു, അവൻ്റെ പാപങ്ങൾ അധികരിക്കും. പാപങ്ങൾ അധികരിച്ചവൻ്റെ കൽബ് മരിച്ചു. കൽബ് മരിച്ചു പോയി കഴിഞ്ഞാൽ നരകത്തിലായിരിക്കും എത്തുക എന്നുള്ളതാണ്. അപ്പോൾ വല്ലാണ്ട് വർത്തമാനം പറയും, ആവശ്യമില്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങളെ ഇങ്ങനെ ചെറുവണം വർത്തമാനം പറയുന്നവർക്കുള്ള ഒരു ശക്തമായ താക്കീതാണ് യഥാർത്ഥം. വെറുതെ ആവശ്യമില്ലാതെ കയറി തർക്കണം. നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങളുടെ പിന്നാലെ തർക്കിച്ച് പോകേണ്ടതില്ല എന്നത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരു വ്യക്തമായ നിർദ്ദേശമാണ്. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണത്തിൽപ്പെട്ടല്ല തർക്ക കുതർക്കങ്ങൾ. ചർച്ചയാവാം, അഭിപ്രായ വ്യത്യാസമാവാം, യുക്തിയുത്സഹിതമായും ശാസ്ത്രീയമായും കാര്യകാരണ സഹിതവും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും വിഷയങ്ങൾ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് ശരിയാവണം എന്ന താല്പര്യത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ പൊട്ടുന്യായം പറഞ്ഞ് തർക്കിക്കുന്നൊരു സ്വഭാവം സത്യവിശ്വാസികൾക്കുണ്ടാവുകയില്ല. അവർ അത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെ മാറിപ്പോകും, സലാം പറഞ്ഞ് പിരിയും എന്നുള്ളതാണ്.
വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ രാത്രി കഴിച്ചു കൂട്ടുന്നത് നിന്നും ഇരുന്നും കിടന്നും, അതായത് നിന്നും സുജൂദ് ചെയ്തുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. രാവിൻ്റെ സന്ദർഭങ്ങളിൽ രാത്രി മനുഷ്യന് ശാന്തമായി ഉറങ്ങുന്ന സമയമാണ്. പകലൊക്കെ അധ്വാനിച്ചിട്ട് രാത്രി ഉറക്കമൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്. അപ്പോൾ സത്യവിശ്വാസികൾ രാത്രി കഴിച്ചു കൂട്ടുന്നത്, രാത്രിയിൽ നല്ലൊരു സമയം അവർ പ്രാർത്ഥനാ നിരതരായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നരക ശിക്ഷ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണേ തമ്പുരാനെ, അത് വളരെ കഠോരമായ ഒഴിഞ്ഞു പോകാത്തൊരു ശിക്ഷയാണ്, അത് വളരെ നശിച്ച താവളവും ദുഷിച്ച സങ്കേതവുമാണ് നരകം, അതിലേക്ക് ഞങ്ങളെ കടത്തല്ലേ തമ്പുരാനെ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അപ്പോൾ സത്യവിശ്വാസിയായ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് മിണ്ടാതെ കുത്തിയിരിക്കണം എന്നല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യ മനസ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഖലബ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ കൽബ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു നല്ല സന്തോഷം തോന്നുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദുഃഖം തോന്നും, ഇപ്പോൾ ഒരു നന്മ തോന്നുമെങ്കിൽ പിന്നെ ഒരു തിന്മ തോന്നും, അങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ കൺട്രോളിൽ നിർത്തണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വേണം. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സിന് കൺട്രോൾ നേടിക്കൊണ്ടിരിക്കണമെന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയും, സബ്ബിത് ഖൽബി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, യാ മുസർരിഫൽ ഖുലൂബ്, 2-3 സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റിമറിക്കുന്ന തമ്പുരാനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിലേക്ക് ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണമെന്നുള്ളത്. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ദൃഢത, അള്ളാഹുൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശക്തിവിശേഷം ലഭ്യമാവണമെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന നമ്മളെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണേ, മോശമായ ഒരു സ്ഥലമാണ് എന്ന് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്കുണ്ടാവും. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ, അവർ ചെലവഴിക്കുമ്പോൾ അവരിങ്ങനെ പിശുക്ക് കാണിക്കുകയില്ല. അതായത് ആവശ്യത്തിന് ചെലവഴിക്കാതെ അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. ഒന്നും ചെലവഴിക്കാത്തതിനും പിശുക്ക് എന്ന് പറയും. ഉപയോഗമുള്ള, ആവശ്യമുള്ള, നിർദ്ദേശമുള്ള സ്ഥലം ചെലവഴിക്കാതെ അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചെലവഴിക്കുന്നതിനെയും പണ്ഡിതന്മാർ പിശുക്കിൽ പെടുത്തിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ചെയ്യാനില്ലാതെ അതിൽ പിശുക്ക് കാണിക്കാം, എന്നിട്ട് ധാരാളിത്വം കാണിക്കുകയും ചെയ്ത. അപ്പോൾ പിശുക്കോ ധാരാളിത്വമോ കാണിക്കാത്ത ഒരു മിതവ്യശീലമാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള സ്വഭാവം സത്യവിശ്വാസികൾക്കുള്ളതാണ്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി ഫതഖഉദു മലൂമൻ മഹ്സൂറാ. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിന്റെ കൈന് പെരടിയിൽ ബന്ധിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ ഇങ്ങനെ പിശുക്കി പിടിക്കണ ഒരു പണി സത്യവിശ്വാസികൾക്കുണ്ടാവുകയില്ല. അതേസമയം ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക, എന്തിനും ഏതിനും ഇഷ്ടം പോലെ വാരിക്കോരി ചെലവഴിക്കുക എന്നുള്ളതും സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. രണ്ടായാലും പിശുക്ക് കാണിച്ചാൽ ആക്ഷേപിക്കപ്പെട്ടവനായിപ്പോവും, മറ്റേതായാൽ മഹ്സൂറാവും, അതായത് നഷ്ടകാരികളിൽപ്പെട്ടവനായി പോകുന്നുള്ള വളരെ ഗൗരവപൂർവ്വം സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ ചെലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്തോ ഒരു സംഗതിയാണ്. അതായത് പണം നമ്മളുണ്ടാക്കിയതാണ്, അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ചെലവഴിക്കാം എന്നാണ് 95% ആളുകളും, ചിലപ്പോൾ 98% ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് അങ്ങനെയല്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വളരെ അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ധനതത്വശാസ്ത്രം ഇതാണ്. അതായത് നാം നിനക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ മെരിറ്റ് കൊണ്ട്, അതായത് നമ്മുടെ മിടുക്ക്, നമ്മുടെ കഴിവ്, നമ്മുടെ ശേഷി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ യുക്തി, നമ്മളെ കഴിവ് കൊണ്ടാണ് ഈ പണം ഉണ്ടാക്കിയെന്നാണ്. മിക്കവാറും പണമുള്ളവരെ എല്ലാവരും അങ്ങനെ ധരിക്കണമെന്നതാണ്. പണം നമ്മൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉദ്ദേശം ചെലവഴിക്കാൻ പറ്റില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പണത്തെ സംബന്ധിച്ച ആദ്യത്തെ സംഗതി തന്നെ നമ്മളും പടച്ചവനുമായിട്ട് യോജിക്കണില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ധനം എൻ്റേതാണ്, ഞാനാണ് നൽകിയിട്ടുള്ളത്, അത് ചെലവഴിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രവാചകന്മാർ വഴി പറഞ്ഞതനുസരിച്ചേ ചെലവഴിക്കാൻ പാടുള്ളൂ, അതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാൻ പാടില്ല,
അല്ലെങ്കിൽ ധാരാളിത്വം കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം നമ്മൾ അധ്വാനം വിനിയോഗിച്ചുണ്ടാക്കിയതാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ചെലവഴിക്കാമെന്നാണ് തെറ്റായ ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരില്ലാതെ. അതുകൊണ്ടാണ് ആളുകൾ ഈ ഓരോ സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ അതിനെ വിമർശന വിധേയമാക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം ബോധ്യമായി കഴിഞ്ഞാൽ അത്ര ഗൗരവത്തിൽ അത് വിമർശിക്കില്ല. ആർഭാടത്തെക്കുറിച്ച് പറയുമ്പോൾ ആർഭാടം കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലായി മനുഷ്യനെ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ മതപരമോ മതേതരമോ അല്ലെങ്കിൽ ദൈവനിഷേധപരമായ തത്വശാസ്ത്രങ്ങളുള്ള സമൂഹങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം ആർഭാട ജീവിതം അതൊരു പോളിസിയായിട്ട് അംഗീകരിക്കുകയോ നല്ലതായിട്ട് തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ വളരെ ലഘുവായ ജീവിതമാണ് അവരുടെ നേതാക്കന്മാർ അവരെ അനുയായികളെ പഠിപ്പിക്കുന്നത്. പഴയകാല കമ്മ്യൂണിസ്റ്റുകളെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. അവർ വളരെ ലഘുവായി മാത്രമാണ്, വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമികളുള്ളവരൊക്കെ സർക്കാരിന് വിട്ടുകൊടുത്തിട്ട് പാവങ്ങൾ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ലോകത്തെ എല്ലാ സംസ്കൃതിയിലെടുത്ത് പരിശോധിച്ചാലും ആർഭാട അലങ്കാരങ്ങൾ നടത്താറുണ്ട് എങ്കിലും പക്ഷെ ഒരു പോളിസി എന്നുള്ള നിലയിൽ, ഒരു നയം എന്നുള്ള നിലയിൽ ആരും അത് നല്ലതായി അംഗീകരിച്ചിട്ടില്ല. കാരണം ആർഭാടം ആലസ്യം ഉണ്ടാക്കുകയും അഹന്ത ഉണ്ടാക്കുകയും മാത്സര്യങ്ങൾ ഉണ്ടാക്കുകയും അത് യുദ്ധങ്ങളും അതുപോലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്താണ് ചരിത്രത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ സമൂഹ ഗോത്രക്കാർ മഹാ ആർഭാടത്തിൻ്റെ ആളുകളായിരുന്നു. അതുപോലെ നൂഹ് നബിയുടെ സമയത്തുള്ള ആൾക്കാർ ധൂർത്തന്മാരായിരുന്നു. അതുപോലെ ശുഐബ് നബിയുടെ നാട്ടിലുള്ള ആൾക്കാർ മഹാ ആർഭാടത്തിൻ്റെ ആൾക്കാരായിരുന്നു. അതുപോലെ ചരിത്രത്തിൽ നശിച്ചു പോയ തകർന്നടിഞ്ഞു പോയ ഒരുപാട് സംസ്കാരങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ആർഭാടപൂർണമായ ഒരു ജീവിതം ആഗ്രഹിച്ച് നടപ്പാക്കുന്നത്. ഫിറഔന്റെ കഥ നിങ്ങൾക്ക് അറിയുന്നതാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എല്ലാം അവസാനം പോയിട്ട് നദിയിൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതെടുത്ത് പറയുന്നത് ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വയലേലകളും അതുപോലെ കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും ഉപേക്ഷിച്ച് അവരിവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ ഭൂമുഖത്തിൽ ലഭ്യമായതെല്ലാം സ്വന്തമാണ് എന്ന ധാരണയിൽ അതെല്ലാം വാരി വലിച്ചു വെക്കുകയും മറ്റുള്ളവരത് ചൂഷണം ചെയ്ത് കൈയടക്കുകയും ചെയ്യുന്ന ഏകാധിപതികളായ ധിക്കാരികളായ രാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒക്കെ ആയിരുന്നുള്ള. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ നശിച്ച് നാമാവശേഷമായി പോയതാണെന്നുള്ളതാണ്. അപ്പം നമ്മളെ സർക്കാരിൻ്റെ നയം നോക്കുക, ചെലവ് ചുരുക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കറിയാം ചെലവ് ചുരുക്കണമെന്നാണ്. ചെലവ് ചുരുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഏറ്റവും കുറച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് എന്നുള്ളത് നമ്മളെ പത്രത്തിലൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. മന്ത്രിമാരുടെ മന്ദിരങ്ങളിലെ ഇലക്ട്രിസിറ്റി ബില്ലിനെ സംബന്ധിച്ച് അത്ഭുതം തോന്നുവാനും ഒരു ഗ്രാമത്തിന് ഒന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ഒരു മന്ത്രിമന്ദിരത്തിൽ മാത്രം ഉപയോഗിച്ചോളുന്ന കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ലോകത്താകമാനമുള്ള ഭരണാധികാരികൾ ഈ രീതിയിലാണ് പെരുമാറുന്നത്. നടക്കുന്നോ ഇല്ലേ എന്നറിയില്ല. പക്ഷേ ചെലവ് ചുരുക്കണം എന്നുള്ളതാണ്. ചെലവ് ചുരുക്കണം ലളിതമാക്കണം സംഗതികളെന്നുള്ളതാണ്. ലളിതമാക്കണമെന്ന് എല്ലാവരും പറയുന്നു, ഇസ്ലാമും പറയുന്നു ലളിതമാക്കണമെന്ന്. സത്യവിശ്വാസികൾ ഈ പറഞ്ഞതൊന്നും കേൾക്കാതെ ആർഭാട ഈ ധൂർത്തിൻ്റെ സ്വന്തം സമുദായമായി സമകാലിക മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് കേരള മുസ്ലിം സമൂഹം ധൂർത്തിൻ്റെ സ്വന്തം സമുദായമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഗൗരവപരമായി കാണേണ്ട സംഗതിയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വിവാഹവും വിവാഹാനന്തരവുമായ സംഭവങ്ങളിലും അതുപോലെ വീടുണ്ടാക്കുമ്പോഴും കാറ് വാങ്ങുമ്പോഴും കച്ചവട സ്ഥാപനങ്ങളാകുമ്പോൾ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹജ്ജ് വലിയ പന്തൽ കെട്ടിയിട്ട് ചോറ് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. അതായത് യാത്രാ ചോറ് കൊടുക്കുന്നത്. പിന്നെ പുതിയൊരു ഏർപ്പാട് ഉംറയ്ക്ക് പോകലാണ്. ഹജ്ജ് ചെയ്യാത്ത ആളുകളെ ഉംറയ്ക്ക് പോകാന്നുള്ളത്. ഉംറയ്ക്ക് വേണ്ടി ഉംറ ടൂറ് പാക്കേജാണിപ്പോൾ. ഇതെല്ലാം പാക്കേജാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ പത്രങ്ങളിലെല്ലാം ഉണ്ടാവും. ഞാൻ ഉംറയ്ക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഇതൊക്കെ ഇവർ പഠിച്ചുണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലോ റസൂലിൻ്റെ സുന്നത്തിലോ ഒന്നും ഇല്ലാത്ത സൗദി അറേബ്യ വഴി കടന്നു പോകുന്ന ഒരാളിന് അവിടെ ഉംറ നിർവഹിക്കാൻ അനുവാദമുണ്ട് അവിടെ പോയി. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യത്ത്, അമേരിക്ക പോലുള്ള രാജ്യത്ത് നിന്ന് ഹജ്ജ് ചെയ്യാതെ ഉംറയ്ക്ക് വേണ്ടി വരിക എന്നുള്ളത് വളരെ, അതായത് പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കുകയാണ്.
വളരെ ലളിതമായി ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും വളരെ വിഷമം പിടിച്ചതാക്കി സമൂഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റാതാക്കിയിട്ട് പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കിയിരുന്നു. വിവാഹത്തിന്റെ കാര്യം വളരെ ലളിതമായി പറഞ്ഞ സംഗതിയാണ്. അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായ ഒരു സംഗതിയാണ്. അതെല്ലാം കൂടി വലുതാക്കി സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന പുതിയ സുന്നത്ത്. എന്നാൽ ഒരു 10-200 ആളുകളെ ഒന്നിച്ച് കയറ്റി അങ്ങോട്ട് നിക്കാഹ് നടത്തി കളയാന്ന്, അതിലെല്ലാം പെടും എന്നുള്ളതാണ്. അതിൽ പിന്നെ ഭദ്രദീപവും മറ്റേ ദീപമൊക്കെ കത്തിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞതെല്ലാം പോയി എന്നുള്ളതാണ്. അതൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായിട്ട് മുഖ്യധാര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തന്നെ അംഗീകരിക്കുകയും അവരുടെ പത്രങ്ങളിലും മീഡിയയിലൊക്കെ വലിയ പ്രൊജക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇതിലൊക്കെ റിയാ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ മാറ്റിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ പുതിയ സുന്നത്തിലേക്ക് പോവുകയാണ്. 21-ാം നൂറ്റാണ്ടോ 22-ാം നൂറ്റാണ്ടോ നമുക്ക് പുതിയ ഇസ്ലാം വേണമെന്നുള്ള ദീനുൽ ഇസ്ലാം അവിടെ നിന്ന് പുതുക്കാൻ പോവുകയാണ്. ദീനുൽ ഇസ്ലാം പുതുക്കിയാൽ ഇസ്ലാം പുതുക്കൊന്നുമില്ല, നമ്മൾ നാശത്തിലായി പോവുകയുള്ളൂ എന്നുള്ളതാണ്. പുതിയ ഏർപ്പാടുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെലവിന് എന്തെല്ലാം മാർഗങ്ങളാണ് എന്നുള്ളതാണ്. എങ്ങനെ ചെലവഴിക്കാം, പണം ഏത് കോലത്തിൽ ചെലവഴിക്കാമെന്ന് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാളിനിങ്ങനെ മതിൽ കെട്ടിയാൽ പറ്റില്ലെങ്കിൽ ഒന്ന് അതിന്റെ മുകളിൽ 2 ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. അത് ഹാലോജനായി കഴിഞ്ഞാൽ നാട് മുഴുവൻ അടിക്കുമല്ലോ എന്നുള്ള നിലയിൽ അവിടെ വലിയ ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത് പറയുമ്പോൾ ഇയാൾക്ക് എല്ലാ ദിവസവും ഇത് തന്നെയാണെന്ന് തോന്നുന്ന ആളുകളുണ്ടാവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. ധൂർത്തിന്റെ സ്വന്തം സമുദായമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമാണ് ഈ പോക്ക്, യാതൊരു സംശയമില്ല. നമ്മുടെ ഓരോ ആവശ്യങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റി, ഓരോ ആരാധനകളും വലിയ അടിച്ചു പൊളിക്കുന്ന ആഘോഷങ്ങളാക്കി മാറ്റി, പുതിയ സുന്നത്തുണ്ടാക്കി അള്ള തന്ന പണം ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുമോ എന്താണ് പറയുക എന്നുള്ളതാണ്. ഒരു പ്രശ്നവും അള്ളാഹ്ക്കും റസൂലിനും ഇസ്ലാമിനും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഇത് പറയുന്ന ആളേക്കും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം ചെയ്ത് കളഞ്ഞു കുളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. വിവാഹത്തിന് മാത്രമല്ല ആർഭാടം എന്ന് എൻ്റെ സുഹൃത്ത് പറയുകയുണ്ടായി. ആർഭാടം എല്ലാത്തിലുമുണ്ട്, എല്ലാ സംഗതികളിലുമുണ്ട്. പലതരത്തിലും ആർഭാടം കാണിക്കുന്നവരുണ്ട്. വസ്ത്രവും ചെരുപ്പും, അതുപോലെ വിരുന്നുപോക്കുകളിൽ, അതുപോലെ ആളെ സൽക്കരിക്കല്, ഇതിലെല്ലാം തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഇതൊന്നും ചെയ്യുന്ന സ്വഭാവക്കാരല്ല എന്നാണ് ഖുർആൻ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്വഭാവമാണ് സത്യവിശ്വാസികൾക്കുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനിസ് സബീൽ, നമ്മളോട് പറയാ, നിന്റെ കുടുംബക്കാരുണ്ടല്ലോ, അതുപോലെ മിസ്കീന്മാരായ ആളുകളുണ്ടല്ലോ, അതുപോലെ തെരുവിന്റെ മക്കളുണ്ടല്ലോ, വഴിയാത്രക്കാരെന്നാണ് പറയുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അശരണരായ തെരുവിന്റെ മക്കൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമാണ്. അതുപോലെയുള്ള ആളുകൾക്ക് കൊടുക്കണം. ഇവിടെ അത്തരം ആളുകൾക്ക് ഒരാള് അവന്റെ കുടുംബത്തിലെ പല ആളുകളെയും നോക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമല്ലല്ലോ അവന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് ഭയങ്കരമായ ആർഭാടം കാണിക്കുന്നത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരുപാട് കൊടുത്തു വീട്ടേണ്ടതുണ്ടാവും, കുടുംബത്തിന് കൊടുക്കേണ്ടതുണ്ടാവും. അത് അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് അത് കൊള്ളയടിച്ചിട്ട് ചൂഷണം ചെയ്തിട്ട് അവൻ ആർഭാടം കാണിക്കുമ്പോൾ ഇത് ഏത് സത്യവിശ്വാസത്തിന്റെ ലിസ്റ്റിലാണ് പെടുത്തേണ്ടത് എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ കൊടുത്താൽ തീരൂല്ല. അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ. ഉടനെ സഹോദരങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സഹോദര മക്കൾക്ക്, സഹോദരി മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വാപ്പയുടെ അനുജന്മാർക്ക്, ഉമ്മയുടെ അനുജത്തിമാർക്ക്, ജ്യേഷ്ഠത്തിമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്തടുത്തടുത്ത് ബന്ധങ്ങളുടെ വലിയ നീണ്ട നിര അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അല്ല പറയുന്നു അത് നാം നൽകിയതാണ്. നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നിന്റെ അടുത്ത കുടുംബക്കാർക്ക് അവരുടെ ഹക്ക്, അവരുടെ റൈറ്റ്, അവരുടെ അവകാശം നീ വിട്ടുകൊടുക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ പറയാം, വലാ തുബദ്ദിർ തബ്ദീറ, അതൊന്നും കൊടുക്കാതെ പിടിച്ചു വെച്ച് നീ ഇങ്ങനെ ഭയങ്കരമായ നിലയിൽ ദൂർത്തടിച്ച് കളയരുതേ. ഇന്നൽ മുബദ്ദിരീന, ഈ ദൂർത്തടിയന്മാരുണ്ടല്ലോ, കാനു ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിലെ എത്ര ആളുകളാണ് പിശാചിന്റെ സഹോദരന്മാരാകുന്നത്? സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് വിലയിരുത്തി നോക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളോട് പറയുന്നത്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, ശൈത്താന്റെ പണി അള്ളാഹുവിനെ നിഷേധിക്കലാണ്. അപ്പൊ നമ്മളെ പണിയും അള്ളാഹുവിന്റെ നിയമങ്ങളെ നിഷേധിക്കലാണ് എന്ന് വ്യംഗ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള. അപ്പൊ ചെലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ
അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. ഇതിപ്പോൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ വെക്കേഷൻ കാലത്ത് വിവാഹങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായി വന്നിരിക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഈ ചെലവുകളാണ്. വലിയ ചെലവാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീര് കുടിക്കുന്നുണ്ട്. ഒരുപാട് ഭൂമിയും അതുപോലെ കെട്ടിടങ്ങളൊക്കെ ബാങ്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പലരും തെരുവിലിറങ്ങുന്നുണ്ട്. പലരും പള്ളികളിൽ ഇങ്ങനെ ഒരുപാട് കത്തികളുമായിട്ട് തെണ്ടാൻ വേണ്ടി ഇങ്ങനെ അപേക്ഷകളുമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത് സത്യവിശ്വാസികളായ നേതൃനായകന്മാര് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ അനന്തരഫലമാണെന്ന് മനസ്സിലാക്കണം. അതിന് പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കി പരിഹരിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗവുമില്ല. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞിടത്തേക്ക് മടങ്ങുക മാത്രമാണ്. അപ്പൊ സത്യവിശ്വാസി ഒരിക്കലും പിശാചിന്റെ സഹോദരനാകുന്ന ഒരു തബ്ദീറുകാർ, ഒരു മുബദ്ദിറാവുകയില്ല. അതായത് ധൂർത്തടിയനാവുകയില്ല. അവനെപ്പോഴും മിതവ്യശീലം ഉണ്ടാവുന്നവനായിരിക്കും. മിതവ്യശീലം വളർത്തണം. അതാണ് സത്യവിശ്വാസിയുടെ ഗുണം അല്ലെങ്കിൽ ലക്ഷണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം വേറൊരു ദൈവത്തെ അവർ പേടിക്കുകയോ ആരാധിക്കുകയോ ഒന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ അവർ പേടിക്കുകയുള്ളൂ. അതായത് വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവരാരെയും അന്യായമായി വധിക്കുകയില്ല. അന്യായമായി വധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കേണ്ട ചില സംഗതികളുണ്ടാകും. അത് കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ന്യായമായ കാരണങ്ങളല്ലാതെ ഇല്ലാതെ അള്ളാഹു ആദരിച്ച ഒന്നിനെയും വധിക്കാത്ത അല്ലെങ്കിൽ ദ്രോഹിക്കണം എന്ന ഒരു മനോഭാവം ഇല്ലാത്തവരായിരിക്കും സത്യവിശ്വാസികൾ. വലാ യസിനൂൻ, അവര് വ്യഭിചരിക്കുകയില്ല. വ്യഭിചാരം സത്യവിശ്വാസത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതല്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഇങ്ങനെ ഈ പ്രവർത്തനം, ഈ പറഞ്ഞ എണ്ണി പറഞ്ഞ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഫലം അവൻ കാണുകയും ചെയ്യും. ഇവിടെ വെച്ച് ശിക്ഷിച്ചില്ലെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവന് നാം ഇരട്ടി ശിക്ഷ കൊടുക്കുകയും നിത്യമായി ആ ശിക്ഷയിൽ നാം അവനെ തളച്ചിടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. അപ്പൊ ആ താക്കീത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് സത്യവിശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ജീവിത വിജയം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സീ തനാക കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. أيها الأخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വക സംഗതികൾ പറയുമ്പോൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. പുറമെ നേരത്തെ പറഞ്ഞതുപോലെ ഒരാർഭാടത്തിൻ്റെ അടിച്ചുപൊളി ജീവിതമൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ഉള്ളിലിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വളരെ വളരെ പ്രശ്നകലുഷിതമാണ് ജീവിതമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പണമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു വിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വിവാഹത്തിൽ വിള്ളലുകളുണ്ടാകും. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പലപ്പോഴും പല കേസുകൾ വരുമ്പോൾ, കാരണം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പല പണികളും ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ളൊരു മാനസിക പൊരുത്തമുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. പടച്ചവൻ അനുഗ്രഹിച്ച മാർഗത്തിലൂടെ അല്ലാതെ കാര്യങ്ങൾ നടത്തുമ്പോൾ പടച്ചവൻ വരാൻ ഈ അനുഗ്രഹം കുറച്ചാളും. അപ്പോൾ അവിടെ പൊട്ടലും ചീറ്റലും ഒക്കെ ഭയങ്കര പ്രശ്നമാകും. നമ്മൾ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഷർറ്, അതുപോലെ തന്നെ പരീക്ഷണം ചുറ്റിറങ്ങും. ഇപ്പം പുതിയ ട്രെൻഡ്, ഇങ്ങനെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊരു നിക്കാഹം കഴിയണ്ടേ, ഏതാണ്ടൊരു
നടക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ ഫോണാണ് കൈമാറും. പിന്നെ ഓനും ഓൾക്ക് ഈ മൊബൈൽ ഫോൺ വിളിയോട് വിളിയാണ്. അവസാനം നിക്കാഹ് നടക്കാൻ കഴിയാതെ മൊബൈൽ ഫോണിൽ വർത്താനം പറഞ്ഞ് തെറ്റി ബന്ധം പിരിഞ്ഞു പോയ എണ്ണപ്പെട്ട കേസുകളുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കണമെന്ന് ഇസ്ലാം വിരോധിക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെ. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മാർഗം വിട്ടിട്ട് നമ്മൾ ആധുനിക ലോകത്തിൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കൂടുതൽ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായ അനർത്ഥങ്ങൾ, അനന്തരഫലങ്ങളുണ്ടാവും. നേരിട്ടറിയുന്ന 2-3 കേസുകൾ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിക്കാഹിൻ്റെ ദിവസം നിശ്ചയിക്കാൻ പോയപ്പോൾ പെണ്ണ് പറഞ്ഞ് എനിക്കെന്തായാലും വേണ്ടവനാണ്. ആ കുടുംബക്കാരുണ്ടാവുന്ന മനോവേദന ചില്ലറയായിരുന്നില്ല എന്നുള്ള. നമ്മൾ വിചാരിക്കുന്നില്ല പുതിയ തലമുറ ഏതെല്ലാം കോലത്തിലാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പണത്തിൻ്റെ വില കൂടിയ മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ പണം വേണമല്ലോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൊബൈൽ ഫോൺ. അപ്പോൾ പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു ബോധമില്ലാത്തത് കൊണ്ട് എന്തു ആവാന്ന്. വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലെ ഡേറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ പലയിടത്തൊക്കെ പോയിട്ട് ഹോട്ടലിലും പലയിടത്തൊക്കെ പോയിട്ട് ചായ കുടിക്കാനും ബീച്ചിലൊക്കെ പോകാനുള്ള അങ്ങനെയുള്ളവരുണ്ട്. ഇതൊന്നും ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ, സത്യവിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടല്ല. ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്തു നടക്കരുതെന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും അവിടെ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ ചെയ്യാം, വേറെ സ്ഥലമുണ്ട് അവർക്ക് കിടക്കാൻ. ഇവിടെ പ്രശ്നം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതിൽ നിന്നും മാറിപ്പോകുമ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ, ഭാര്യാഭർത്താക്കന്മാരുള്ള പ്രശ്നങ്ങൾ. വീട് വമ്പിച്ചൊരു വീടായിരിക്കും, നല്ല വലിയ ടൈൽസോ മാർബിളോ ഒക്കെ ഒട്ടിച്ച വീട്. പക്ഷെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സുകൾ തമ്മിലും ഒരുപാട് 10,000-കണക്കിന് മൈലുകളുടെ അകലം ഉണ്ടാകും. ഒരു കട്ടില്ലായിരിക്കും കിടക്കുക. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു. ഉമ്മയും വാപ്പയും സഹോദരങ്ങളും സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളുമുള്ള ബന്ധങ്ങൾ വളരെ മോശമായി പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിന് വേറെ ഒറ്റമൂല്യമൊന്നുമില്ല. അള്ളാഹുവിലേക്ക് മടങ്ങുക, അവൻ്റെ അനുഗ്രഹം ലഭ്യമാക്കുക എന്നുള്ളത്. അതിന് അവൻ പറഞ്ഞതനുസരിച്ച് തഖുല്ലാ എന്ന് പറയുമ്പോൾ ഒരു വിലയില്ല എന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിനെ സൂക്ഷിക്കുക 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 എന്ന് പറഞ്ഞത് അള്ളാഹ് നിർദ്ദേശിച്ച മാർഗങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ആസ്വാദനം അനുഭവിക്കാൻ ശ്രമിച്ചാലേ ആ ആസ്വാദനം നിൽക്കും. മറ്റതൊക്കെ താൽക്കാലിക ആസ്വാദനങ്ങളാണ്. ആ ആസ്വാദനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വേഗം നശിച്ചു പോവും, ഇല്ലാതായി പോകുന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒട്ടി നിൽക്കുന്ന ഒരു മനസ്സുമായി പ്രാർത്ഥനാ നിരതമായ രാപകലുകൾ ചെലവഴിക്കുന്ന സത്യവിശ്വാസികളുടെ രക്ഷണം എന്തിനാ പറഞ്ഞത്? വിജയിക്കണമെങ്കിൽ ഈ രീതിയിലാണ്. അല്ലാഹു അല്ലാതെ മറ്റാരോടും ഇതൊന്നും പറയാൻ പറ്റൂല, അവനോട് പറയരുത്. അതുപോലെ പരദൈവങ്ങളെ വിളിക്കരുത്, ന്യായമില്ലാതെ ആരെയും ഉപദ്രവിക്കരുത്. അതുപോലെ വിഭജിക്കാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ വക എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇല്ലാ മൻ താബ വആമന വഅമല അമലൻ സ്വാലിഹൻ വഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ ദൂർത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തെങ്കിലും കാര്യത്തിലായാലും പറ്റി. എന്നാൽ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തുകൊണ്ട് ഇനിമേലെ ആവർത്തിക്കൂല എന്ന് പറയുന്ന ആളുകളുടെ ആത്മാർത്ഥത പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകളെല്ലാം നന്മകൾ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ, അവരുടെ സയ്യിആത്തുകളെല്ലാം ഹസനത്തുകളായി മാറ്റിക്കൊടുക്കുന്നുള്ള, തിന്മകളെല്ലാം നന്മകളായി മാറ്റിക്കൊടുക്കും. ഇന്നലെ വരെ നമുക്ക് സംഭവിച്ച എല്ലാ തിന്മകളെയും സംബന്ധിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് നാഥ എൻ്റെ വിവരക്കേട് കൊണ്ടും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആർത്തി കൊണ്ടുമൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയിരിക്കുന്നു, നീ പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം വതൂബു ഇലൈക് എന്ന് പറയുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കുമെന്നുള്ള പറയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. വമൻ താബ വഅമല സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അതായത് ആരെങ്കിലും ഇങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ, സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തന്നെയാണ് അവൻ മടങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അല്ലാഹു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത്തരം ആളുകൾ പിന്നെ കള്ളസാക്ഷ്യം നിൽക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പറഞ്ഞാൽ സുമ്മും മുക്കുമയായിട്ട് യാതൊരു തരത്തിൽ അന്തരും ബദരുമായിട്ട് അതിൻ്റെ മേൽ ചാടി വീണ് അക്രമം നടത്തൂല. കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം ഉണ്ടാവും. പിന്നും പറയാ
ഞങ്ങളുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അതായത് അത്തരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിർദൗസിന്റെ ഉന്നതമായ മണിമേടകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പറയുന്നത്, നീ അവിടെ പറയണം, അവരോട് പറയണം, ഖുൽ മാ യഅബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ അടുത്ത് പരിഗണന കിട്ടുന്നത് അവൻ്റെ പ്രാർത്ഥനയാണ്. തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയുള്ള പ്രാർത്ഥനയാണ്. വന്നുപോയിട്ടുള്ള പിഴവുകളെല്ലാം അല്ലാഹു തആലയോട് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് ജീവിതം നന്നാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തോടെ ഉത്തമമായ സത്യവിശ്വാസത്തിന്റെ ലക്ഷണങ്ങളൊത്ത ഒരു ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർലന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഉസ്താദന്മാർക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂന്തോപ്പങ്ങളുടെ പൂന്തോപ്പങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതം ആശ്വാസവും സമാധാനപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളും കടങ്ങളെല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തുമുള്ള നല്ല ജീവിതം നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഈ എരിവരി കൊള്ളുന്ന സമയത്ത് ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ നാഥ. തമ്പുരാനെ, ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ, ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. കബറിടങ്ങളുടെ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എപ്പോഴും നിലകൊള്ളാനും നിന്നോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഇബാദത്തുകൾക്ക് നീ ഞങ്ങൾക്ക് ആത്മാർത്ഥത നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. സൽപ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ എപ്പോഴും തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. ഇത് നീ തട്ടിക്കളയല്ല തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.